അപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ഉപ്പ്. ഇനി നമുക്ക് അരപ്പ് അരച്ചെടുത്തത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. പുളി ലാസ്റ്റ് ഒഴിക്കാവൂ, ഇല്ലെങ്കിൽ നമുക്ക് കഷ്ണങ്ങൾ വെന്ത് കിട്ടില്ല. നമുക്ക് ഒരു വിസിൽ വരുത്താം. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ വിസിൽ വന്നിട്ടുണ്ട്. സാമ്പാർ വെന്ത് നല്ല പാകമായിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ പുളി ഒഴിച്ചു കൊടുക്കുകയാണ്, വാളംപുളി. അപ്പോൾ നന്നായിട്ട് അത് നിൽക്കുന്നുണ്ട്. കടുകും മുളകും അതിൻ്റെ കൂടെ കറിവേപ്പിലയും. ഞാനൊരു പാൻ വെച്ച് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, കാരണം നമ്മൾ ഇതിന് സാമ്പാറിൽ ഓൾറെഡി തേങ്ങയൊക്കെ വറുത്തപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഉണ്ടാവും. ഇനി ഞാൻ ഇത്രയും കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് താളിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 ഉണക്കം നമുക്ക് അതിൻ്റെ കൂട്ടത്തിലിടാൻ നല്ലതാണ്.